നടക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു 2026. ഒരുപാട് സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ മാത്രം ഭയങ്കരമായിട്ടുള്ള ഇത് നടക്കുകയാണ്. 3 പേരുടെ പേരിൽ. അതെ. അതിൽ ചേട്ടന് ആരാവണമെന്നാണ് ആഗ്രഹം? നമ്മളിപ്പോൾ ജനത്തിൻ്റെ ഒരു ജനം തിരഞ്ഞെടുത്തിട്ട് ഇത്രയും നാളത്തെ അനുഭവം, അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള അനുഭവം നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ആരാണ് മുഖ്യമന്ത്രി ആവണമെന്നും വി.ഡി. സതീശനാണ് നമ്മുടെയൊക്കെ മനസ്സിൽ, അല്ലേ? അദ്ദേഹം ഇപ്പം ഇലക്ഷന് മുമ്പ് ഒരു പ്രഡിക്ഷൻ പറഞ്ഞിരുന്നു, 100 സീറ്റിൽ കൂടുതൽ ജയിക്കും, പിന്നെ 12 മന്ത്രിമാരോളം CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തോക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അത് സംഭവിച്ചു. അദ്ദേഹം വെറുതെ പ്രഡിക്ഷൻ ചെയ്ത് പറഞ്ഞതല്ല. അദ്ദേഹം ജനങ്ങളിലേക്ക് ഈ 5 വർഷക്കാലം ഇറങ്ങി ചെന്നിട്ട് പഠിച്ച്, ഞാനും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ ബസ് സ്റ്റാൻഡിലും പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിന്നിട്ട് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നത്, പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയെ വേണം നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് കിട്ടാൻ. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സറിയാം, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം, ഇതെല്ലാം അറിയാം. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് വി.ഡി. സതീശൻ ആകണം എന്നാണ് ഈ സാധാരണ ജനം എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അവസരം കൊടുക്കാം. പിന്നെ ഏത് പാർട്ടിക്കാരായാലും, ഇപ്പോൾ കഴിഞ്ഞ ഭരണത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇനി മുഖ്യമന്ത്രി കസേര ഇരുന്നിട്ട് കൊള്ളരുതായത്തെ കാണിക്കാൻ പറ്റത്തില്ല. ജനങ്ങൾ ആകെ രോഷമായിട്ട് നിൽക്കുകയാണ്. എന്ത് കൊള്ളരുതായത്തെ കാണിച്ചാലും അത് കസേരയ്ക്ക് ഉള്ളിൽ കയറി അടിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ജനങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് മന്ത്രിയായാലും ഏത് പാർട്ടിയിലെ ആയാലും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുക, ഇതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഇപ്പോൾ ഒരു ചാൻസ് കൂടുതലും ജനങ്ങൾക്ക് ആഗ്രഹം വി.ഡി. സതീശനോടാണ്. പക്ഷേ ഇവർ 3